ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്കക്കുരു വെച്ചിട്ടൊരു കിടിലൻ പായസമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി നല്ല പഴുത്ത ചക്കയുടെ കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പഴുത്ത ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കുരു ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലമൊക്കെ അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ കുരുവിൻ്റെ പുറത്തുള്ള വെള്ളത്തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. കാരണം എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം ചക്കക്കുരു എടുത്തിട്ടുണ്ടാവും. ഈ കുരുവിൻ്റെ മുകളിൽ കാണുന്ന ബ്രൗൺ കളർ തൊലി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുറിച്ചിട്ടിടാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കുരുയുടെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് ചക്കക്കുരു വെന്ത് കിട്ടുന്നതായിരിക്കും. ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 3 ആണി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനി റെഡിയായി ഇതവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 3 വിസിലിന് തന്നെ നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടും. ഇനി ഈ കുരു ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരിതരയായിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ നമുക്ക് പായസം കഴിക്കുന്ന സമയത്ത് ആ കുരുവൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ള ബാക്കി വന്ന വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ചക്കക്കുരു നമുക്ക് പായസം വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ 2 കപ്പ് തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് തേങ്ങക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള പാലാണ്. ഇതിന് വേറെ 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരൊറ്റ പാല് തന്നെ മതി. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചക്കക്കുരുവിൻ്റെ അളവിനനുസരിച്ചിരിക്കും അതിൻ്റെ കട്ടി വരാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്കും അല്ലെങ്കിൽ ലൂസായിട്ടൊക്കെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തേങ്ങൻ്റെ പാല് അതിന് കണക്കായിട്ടുള്ള അളവാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പം ഞാനിതിൽ ചക്കക്കുരു പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഒന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടിടാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം കഴുകി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ പായസത്തിലേക്ക് വറുത്തിട്ടുള്ള നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു പായസം ഇവിടെ റെഡിയായി. എപ്പോൾ ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല ഈ ഒരു പായസം. അപ്പോൾ ഇനി ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.